പിടിച്ച് ഇടയ്ക്ക് ഇതാണ് മെയ് കൊയ്ത്ത് മെഷീൻ എന്നാ കൊയ്ത്ത് മെഷീൻ അല്ലല്ലോ, മെതി മെഷീൻ. മെതി മെഷീൻ ഇതിനെന്താ പറയുക? മെതി മെഷീൻ്റെ മുള്ള്. ഇതെല്ലാം ഇപ്പോൾ അയച്ച് നമ്മൾ സെറ്റാക്കി വെൽഡ് ചെയ്തതാണ്. ഓരോ പീസെല്ലാം മാറ്റി റെഡിയാക്കിയതാണ്. അയച്ചതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇവിടുന്ന് കറങ്ങിയിട്ടാണല്ലേ ഇവിടെ പോകുന്നത്. ഇവിടുന്ന് കറങ്ങി അങ്ങോട്ട് പോകും. ആ ഭാര്യയിലേക്ക് പോകും അല്ലേ? ആ ഇതോ ഇതിലാണ് നെല്ലിടുന്നത്. ഇതിൽ നെല്ലിടുന്നത് വാലാന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല ഇല്ല, ഇവിടുന്ന് നെല്ല് വാരി ഇതിലേക്ക് ഇടും. ഇതിലേക്ക് പോകും. ഇങ്ങനെ കറങ്ങും. നെല്ലടിച്ച് അതിന്റെ അടിയിൽ കൂടെ നെല്ല് പോകും. ഇതിന്റെ അടിയിൽ കൂടെ പോകും കറങ്ങി. പുല്ല് ബാക്ക് കൂടെയും ഈ സൈഡിൽ കൂടെയും പോകും. സൈഡില് ആ സൈഡ് ഇവിടെ നെല്ല് പിടിക്കും. ഇവിടെ നിന്നാണ് നെല്ലിടുന്നല്ലേ? നെല്ലിട്ട് കറങ്ങി. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ട്രാക്ടറിൻ്റെ PTO ഷാഫ്റ്റ് വഴി കറങ്ങി ആ താഴെ കാണുന്ന സ്റ്റാർ ആ PTO ഷാഫ്റ്റ് വഴി കറങ്ങിയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇവിടുന്ന് കറങ്ങി ഈ ഷാഫ്റ്റ് വഴി കറങ്ങിയാണ് സാധിക്കും. ഇതാണ് അതിൻ്റെ ഡോറ്. ഇതിപ്പോൾ എല്ലാം അയച്ച് പീസാക്കി നമ്മൾ സെറ്റ് ചെയ്ത് ഈ തേഞ്ഞ് പോയതെല്ലാം വെൽഡ് ചെയ്ത് ക്ലിയറാക്കി പുതിയ കമ്പി സെറ്റ് ചെയ്താണ് നമ്മൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇങ്ങനെയാണ് മെതി മെഷീനായി. നെല്ല് വേറെയും പോവും, പുല്ല് വേറെയും പോവും. ഇതിൽ കൂടെയാണ് പോയില്ല. ഇതിൻ്റെ മങ്ക് കതിര് എല്ലാം വേസ്റ്റ് സാധനങ്ങൾ ഇതിലേക്ക് ഈ വഴിയാണ് പോകുന്നത്. ഇതിലേക്ക് ഇറങ്ങി ഈ വഴി നെല്ല് പുറത്തേക്ക് വരും. ഇതാണ് നെല്ല് വരുന്ന ഭാഗം. ഈ ട്രാക്ടറിലുള്ള സെറ്റിംഗ് ആണിത്. മെതി മെഷീൻ എന്നാണ് പറയുന്നത്. ഇതിന് മെതി മെഷീൻ.